14-16 നൂറ്റാണ്ടുകളിൽ കേരള തീരങ്ങളിൽ വന്നെടുത്ത കപ്പലുകളിൽ അവരുണ്ടായിരുന്നു എന്നതാണ് സത്യം. ബലിഷ്ടമായ കൈകളിൽ ബന്ധിക്കപ്പെട്ട ചങ്ങല ചുറ്റുകളോടുകൂടിയവർ, ഇറുകിയടച്ച ചുവന്ന കണ്ണുകളും ചുരുണ്ടു ചുറ്റിയ ചുരുൾമുടിയും കരിമ്പടത്തിന്റെ നിറവും കുറഞ്ഞ പൊക്കവും അവരുടെ പ്രത്യേകതകളായിരുന്നു. കാക്കരണ്ടികളെന്നും കരുത്തന്മാർ എന്നൊക്കെ പഴയകാല ഗ്രന്ഥങ്ങളിൽ അവർ പരാമർശിക്കപ്പെട്ടു. പ്രാകൃത ഗോത്രവർഗങ്ങളിൽ പ്രേതാരാധനയുടെ മൂർത്തഭാവത്തിൽ വിശ്വാസങ്ങൾക്ക് മീതെ കരിമ്പടം ചുറ്റി ഉറങ്ങിയവർ എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. അടിമകളായവരിവിടെ കപ്പലിൽ വന്നിറങ്ങുമ്പോൾ കുട്ടികളും ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ചിലയിടങ്ങളിൽ കരിപിചരികൾ, കുഞ്ഞിക്കാക്കരണ്ടികൾ എന്നുള്ള മന്ത്രപദങ്ങളിൽ നിന്നും അതാണ് ഊഹിക്കേണ്ടിയിരിക്കുന്നത്. അവരെ ഇവിടെ എതിരേറ്റത് ദാക്ഷിണ്യമില്ലാത്ത കൊടിയ പീഡനങ്ങളായിരുന്നു. അടിമത്തം, അതിൻ്റെ എല്ലാ വേദനകളും അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവണം. അതും പറങ്കികളിൽ നിന്ന്. കടൽ കടന്നെത്തിയ പറങ്കികളുടെ കൂട്ടത്തിൽ അക്കാമക്കൊള്ളി പറങ്കികൾ നിസാരക്കാരായിരുന്നില്ല. എന്തും കീഴടക്കി അധിനിവേശം ചെയ്യാനുള്ള അവരുടെ ത്വര ഇങ്ങു കേരളത്തിലെ കരയിലേക്ക് അടുക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ അവരെ എതിരേൽക്കാൻ പോകുന്നത് ചരിത്രം നാളെ പറയാനിരിക്കുന്ന തങ്ങളുടെ തോറ്റു പലായനം ചെയ്യാനിരിക്കുന്ന കഥയാണെന്നത്. പറങ്കികളുടെ അടിമകൾ ജീവനോടെ ചങ്ങലയിൽ ബന്ധിച്ചു കുഴിച്ചു മൂടപ്പെട്ടപ്പോൾ അവരുടെ ആരാധനാ സങ്കല്പങ്ങളും അവരുടെ വിശ്വാസങ്ങളും മറ്റു രീതിയിൽ പുനർജനിച്ചു എന്ന് വേണം പറയാൻ. ചങ്ങലക്കീറു മന്ത്രങ്ങളിൽ അങ്ങു ദൂരെ നിന്നും കാടിറങ്ങിയ ആ കരിന്തലകൾ പിന്നീട് കരിവിചരികളും വാപിരികളും കാപ്പിരികളുമായി മാറി. ചങ്ങലയിൽ പിടയുന്ന അവരുടെ രോദനങ്ങൾ മന്ത്രങ്ങൾ എന്ന പോലെ കേൾക്കാൻ തുടങ്ങി. ഇരുട്ടിൻ്റെ മറവിൽ എവിടെയെങ്കിലും ചങ്ങലയുടെ ശബ്ദം കേട്ടാൽ ഭയപ്പെട്ട് വീടിൻ്റെ കതകുകൾ അടയാൻ തുടങ്ങിയ അതേ കാലഘട്ടത്തിൽ തന്നെയാവണം സഹ്യാദ്രിയിൽ നിന്നും വനദേവതകളെ ആവാഹിച്ചുകൊണ്ട് കാടിറങ്ങിയ മറ്റൊരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു. ചരിത്രങ്ങളിൽ ലന്തപ്പടയെ തോൽപ്പിക്കാൻ കൊച്ചിരാജാവ് വരെ സഹായം ചോദിച്ച ആ കടമറ്റം പള്ളിയിലെ ആ പാതിരിയാണ് കരിന്തലകളെ കൂട്ടി മന്ത്രവാദത്തിൻ്റെ മറ്റൊരു ചരിത്രം എഴുതിയത്. അച്ഛൻ്റെ മന്ത്രചുറ്റുകളിൽ ഒന്ന് നോക്കിയാൽ അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് കാണാം. വലിയ തമ്പുരാൻ പറഞ്ഞത് കേട്ടിട്ടാണ് അച്ഛൻ പേവാറ് ചുറ്റിയിട്ട് കാടിനെ അറിഞ്ഞത്. അച്ഛൻ്റെ തീറുകൊണ്ടാൽ അഥവാ മന്ത്രം കൊണ്ടാൽ കരിന്തലകൾ കാടിറങ്ങി വരുമെന്നാണ് വിശ്വാസം. അക്കാമക്കൊള്ളി പറങ്കികൾ കാരണം അച്ഛൻ ചെമ്പയ്ക്ക് കൊടുത്ത വാക്കാണ് പ്രമാണം. അതിയാത്തനും കാടാരികളും പതി ചെയ്യില്ല, അഥവാ തെറ്റ് ചെയ്യില്ല, അഥവാ തെറ്റിക്കില്ല. ഈ വരികളിലെല്ലാം മിത്തുണ്ട്, ഒളിഞ്ഞിരിക്കുന്ന ചരിത്രമുണ്ട്. പക്ഷെ പലപ്പോഴും ഇരുട്ടു മൂടുന്ന കാടിൻ്റെ മറവിൽ പാതാളത്തിലെന്ന പോലെ പലതും മറയപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു പലതും മറച്ചതാണ്. കാരണം കത്തനാർക്ക് പറയാനുണ്ടായിരുന്നതെന്തോ തൻ്റെ മന്ത്രങ്ങളിൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, രഹസ്യമാക്കി. പരസ്യമാക്കാൻ ഒരു പക്ഷേ തൻ്റെ സ്ഥാനത്തെ പ്രതി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാവാം ആ ദിനം, തൻ്റെ അവസാന കാലഘട്ടങ്ങളിലെ ആ ദിനം പള്ളിമേടയുടെ ആൾത്താരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. ആരായിരിക്കാം ചെമ്പേ എന്ന് വിളിക്കുന്ന ചെമ്പറുക എന്ന ദേവി? പാതാള ചുറ്റുമന്ത്രങ്ങളിൽ മാലാഖമാരോടൊപ്പം, മറ്റു ചിലപ്പോൾ പുണ്യവാളന്മാരോടൊപ്പം, മക്ബറകളിലെ റൂഹിനോടൊപ്പം ഒളിഞ്ഞും മറഞ്ഞും അവളുണ്ട്. കാടിൻ്റെ നിണമണിഞ്ഞ വന്യതയിലേക്ക് തൻ്റെ അവസാന കാലത്ത് കത്തനാർ കരിന്തലകളെ കൂട്ടി മടങ്ങിപ്പോയത് എങ്ങോട്ടാവാം? ചിലതെല്ലാം രഹസ്യങ്ങളായി തന്നെ ഇരിക്കട്ടെ. ഒന്നു മാത്രം അറിയാം, അയാൾ ഏറെ വർഷങ്ങൾ ആരും അറിയാതെ കാടുകളിൽ എവിടെയോ നിശബ്ദമായി ഉണ്ടായിരുന്നു തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ.